മദീനയിലെ കിങ് ഫഹദ് സെൻട്രൽ ഗാർഡനിൽ ഒരുക്കിയ കൂറ്റൻ വേദിയിൽ കലാസാംസ്കാരിക പ്രകടനങ്ങളുടെ വിസ്മയരാവൊരുക്കിയാണ് ഉദ്ഘാടന ചടങ്ങ് നടന്നത്. വിവിധ അറബ് ഇസ്ലാമിക രാജ്യങ്ങളിലടക്കം ക്ഷണിക്കപ്പെട്ട ആയിരക്കണക്കിന് അതിഥികൾ ഉദ്ഘാടന ചടങ്ങിന് സാക്ഷികളായി. മേളയുടെ വിളംബര ദൃശ്യാവിഷ്കാരം അമീർ സുൽത്താൻ ബിൻ സൽമാൻ പ്രകാശനം ചെയ്തു. മദീനയുടെ ചരിത്രവും പൈതൃകവും പരിചയപ്പെടുത്തുന്നതിനായി ഇസ്ലാമിക് വാർ മ്യൂസിയം ഉൾപ്പെടെ നിരവധി പദ്ധതികൾ പുരോഗമിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു. മദീന ഗവർണർ അമീർ ഫൈസൽ ബിൻ സൽമാൻ, വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള പ്രധാന വ്യക്തിത്വങ്ങൾ എന്നിവർ വേദിയിൽ സന്നിഹിതരായിരുന്നു. മദീനയുടെ ചരിത്രവും വർത്തമാനവും കോർത്തിണക്കിയ ദൃശ്യാവിഷ്കാരമായിരുന്നു ഉദ്ഘാടന ചടങ്ങിന്റെ പ്രധാന ആകർഷണം. പ്രവാചക കാലഘട്ടത്തിനു മുമ്പുള്ള മദീന പട്ടണവും മക്കയിൽ നിന്ന് പലായനം ചെയ്ത് മദീനയിലെത്തിയ പ്രവാചകൻ മുഹമ്മദിനെ സ്വീകരിക്കാനൊരുങ്ങിയ മദീന നിവാസികളെയും വേദിയിൽ പുനരാവിഷ്കരിച്ചു. ിലധികം കലാകാരന്മാർ അണിനിരുന്ന പ്രകടനങ്ങൾ 1 മണിക്കൂറോളം നീണ്ടുനിന്നു. 10 തലക്കെട്ടുകളിലായി 300ഓളം പരിപാടികളാണ് ടൂറിസം പ്രമോഷന്റെ ഭാഗമായി അണിയിച്ചൊരുക്കുന്നത്. പ്രവാചക നഗരിയുടെ ചരിത്രവും വർത്തമാനവും ലോകത്തിനു മുമ്പിൽ തുറന്നിടുന്ന 1 വർഷം നീളുന്ന ടൂറിസം മേളക്കാണ് ഇവിടെ തുടക്കം കുറിച്ചത്. മദീനയിൽ നിന്നും അൽത്താഫ് കൂട്ടിലങ്കാടിക്കൊപ്പം റബി മുഹമ്മദ്, മീഡിയ 1.